ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഓണവിരുന്നായിട്ട് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. അച്ഛമ്മ വരുന്നില്ല, ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. ചേട്ടായി അങ്ങ് അമ്മമ്മയുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടിൽ അമ്മമ്മയും അപ്പച്ചനും മാത്രമാണുള്ളത്. ഞങ്ങൾ ഇതിനു മുൻപ് നിൽക്കാനൊക്കെ അമ്മമ്മയുടെ വീട്ടിൽ പോകുമായിരുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുമായിരുന്നു, വെക്കേഷൻ ടൈമിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ആയപ്പോൾ വർഷത്തിലൊരിക്കലേ ഞങ്ങൾ പോകാറുള്ളൂ. എല്ലാ വർഷവും ഓണത്തിന് അമ്മമ്മയുടെ വീട്ടിൽ പോകും. പോയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങ് വരും. അങ്ങനെയാണ്. ഞങ്ങൾക്ക് അമ്മമ്മയുടെ വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, അമ്മമ്മയുടെ വീട് എന്ന് പറഞ്ഞൊരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. നിറയെ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ടോ. നമ്മുടെ വീട്ടിൽ മുമ്പ് ഞങ്ങൾ തോട്ടിലൊക്കെ കൊച്ചിട്ട് കുളിക്കാൻ പോകുമായിരുന്നു. തോടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല, ഇതാ ഇവിടെയായിരുന്നു തോടുണ്ടായിരുന്നത്. നല്ല വെള്ളമുണ്ട് കുളിക്കാനും കുടിക്കാനായാലും എല്ലാത്തിനും. വീതി വഴി ഈ റോഡിന് വീതി കൂട്ടിയ സമയത്ത് അതൊക്കെ ഇടിച്ചു നിമത്തി ഇങ്ങനെയൊക്കെ ആക്കിയതാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും സങ്കടമുണ്ട്, അതുപോലെ തന്നെ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഇതാ ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലെത്തി കേട്ടോ. അമ്മമ്മയുടെ വീട്ടിലെ വഴി കണ്ടാൽ നിങ്ങളൊക്കെ പേടിച്ചു പോകും. ഇതാണ് ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിലെ വഴി. ഞങ്ങൾ ഇതിന് മുമ്പ് 18-ാം പടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര മുമ്പൊന്നും അല്ല, കുറച്ച് ദിവസം മുമ്പ് വരെ. കാരണം ഈ പടി വന്നിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അല്ലാതെ അമ്മമ്മയുടെ വീട്ടില് ചരിവായിരുന്നു. ചരിവെന്ന് പറഞ്ഞാൽ ചെറിയ കല്ലും പാറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ സ്റ്റെപ്പ് ആക്കിയത്. ഇതിൽ കയറി പോവാനും ഭയങ്കര എളുപ്പമൊന്നുമല്ല. ഗായ്സ്, ഞങ്ങൾ അങ്ങനെ അമ്മമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മമ്മയുടെ വീട്, ഇതെൻ്റെ അമ്മമ്മ, ഇത് അമ്മമ്മയുടെ വീട്, ഇതെൻ്റെ അപ്പച്ചൻ. അമ്മമ്മയുടെ വീട്ടിന്റെ ബാക്ക് ഭാഗം കണ്ടോ, നിറയെ ചെടികളും മരങ്ങളൊക്കെ ഉള്ളത്. അമ്മമ്മയുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇത്രയും ചെടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നീടാണ് ഇതൊക്കെ നട്ടുവെച്ചത്. പക്ഷെ നല്ല രസമുണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന വഴി. ഉച്ചയ്ക്ക് നല്ല കാര്യമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയ സമയത്ത് അമ്മമ്മയ്ക്കും അപ്പച്ചനും ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഇനിയും വരുമല്ലോ, അതുകൊണ്ട് സാരമില്ല. ഇവിടുന്ന് നേരെ നമ്മൾ പോയത് ലൈറ്റ് ഷോ കാണാനാണ് കേട്ടോ. നമ്മുടെ കനകക്കുന്നിൽ ബാബകളെ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോയത്. ലൈറ്റുകളൊക്കെ കാണാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ വന്ന സ്റ്റെപ്പിൽ തന്നെ അവർ നന്നായിട്ട് ഉറങ്ങി. വന്ന സ്റ്റെപ്പിലല്ല, വരുന്നതിന് മുമ്പ് തന്നെ അവർ ഉറങ്ങിയായിരുന്നു. ഉറങ്ങിയത് കൊണ്ട് പിന്നെ എവിടെയെങ്കിലും ഇരിക്കാമെന്നും പറഞ്ഞ് നമ്മളിവിടെ ഇരിപ്പുറപ്പിച്ചു. ഇനി അവർ എണീക്കുന്നത് വരെ ഇരുന്നുള്ള ലൈറ്റുകളൊക്കെ ഞങ്ങൾ കുറേയൊക്കെ കണ്ടു. കുറച്ചൊക്കെ കണ്ടു. അവർ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ നടക്കാനിറങ്ങി. ഇതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്, ഒരു 6-7 വർഷം മുമ്പ് കേട്ടോ. അപ്പോഴൊക്കെ ഇതിനേക്കാളും കുറച്ചും കൂടെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കാണാനൊക്കെ കൊള്ളാം, പക്ഷെ എന്നാലും മുമ്പ് ഇതിനേക്കാളും കുറച്ചും കൂടെ കാണാനുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം നിന്നതിന് ശേഷം വാവകളൊക്കെ കുറച്ച് കലിപ്പായി തുടങ്ങി. അപ്പോഴാ ഈ ആകാശ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത്. നന്നായിട്ട് ക്ലിയർ ആയിട്ടിരുന്ന് കാണാമെന്ന് പറയും. നമ്മൾ ഇരുന്ന സ്ഥലത്ത് ഒന്നും കാണാൻ പറ്റിയില്ല. കണ്ട് വന്നപ്പോൾ ഇത്രയും അകലെയായിപ്പോയി കേട്ടോ. എന്നാലും സാരമില്ല, ഒരുവിധമൊക്കെ നമുക്കെല്ലാം കാണാൻ പറ്റി. പക്ഷെ ക്യാമറയിൽ അധികം പകർത്താനൊന്നും പറ്റിയില്ല. അവസാനം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോവുകയാണ് ഇനി വീട്ടിലേക്ക്. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് ഇനിയും കാണാം.